ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും, പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 5 ചൊവ്വാഴ്ച. പക്ഷിപ്പനി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. അതിർത്തികളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പക്ഷിപ്പനിയെ സംസ്ഥാന ദുരന്തത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ആനിമൽ ഹസ്ബൻഡറി ഡയറക്ടർ ഡോക്ടർ KM ദിലീപ് പ്രതികരിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, കുട്ടനാട് താലൂക്കുകളിലും കോട്ടയം, നീണ്ടൂരിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പക്ഷിമാംസം, മുട്ട തുടങ്ങിയവ കൈമാറുന്നതുൾപ്പെടെയുള്ള നടപടികൾ നിയന്ത്രിക്കും. അതേസമയം മറ്റ് ജില്ലകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊച്ചി മാംഗ്ലൂരു പ്രകൃതിവാതക പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. ഓൺലൈനായുള്ള ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി BS യെദിയൂരപ്പ, പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും പങ്കെടുത്തു. പൈപ്പ് ലൈൻ വരുന്നതോടെ പരിസ്ഥിതി സൌഹൃദവും കുറഞ്ഞ വിലയുമുള്ള പ്രകൃതിവാതകവും വീടുകളിലെത്തും. ഇത് ഇന്ത്യയ്ക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെയും കർണാടകത്തിലെയും ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനമെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ ഇതുവരെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ UAPA അനുസരിച്ചുള്ള കുറ്റം ചുമത്താൻ CBIക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ P. ജയരാജൻ അടക്കമുള്ള പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. UAPA ചുമത്താൻ അനുമതി നൽകേണ്ടത് കേന്ദ്രമല്ല, സംസ്ഥാന സർക്കാരാണെന്നായിരുന്നു പ്രതികളുടെ പ്രധാന പരാതി. എന്നാൽ കേന്ദ്ര സർക്കാരിനും അനുമതി നൽകാമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി K. അയ്യപ്പൻ കസ്റ്റംസിന് മുമ്പാകെ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. എന്നാൽ നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും കസ്റ്റംസ് ഫോണിൽ മാത്രമാണ് വിളിച്ചതെന്നും നോട്ടീസ് നൽകിയാൽ മാത്രമേ ഹാജരാകൂവെന്നാണ് അയ്യപ്പന്റെ നിലപാട്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ സൌജന്യമായി അനുവദിച്ച കടലയും പയറും വകമാറ്റിയ സംഭവത്തിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഇടപെടൽ. സിവിൽ സപ്ലൈസ് ഡയറക്ടറോടും സംസ്ഥാന റേഷനിംഗ് കൺട്രോളറോടും കമ്മീഷൻ ചെയർമാൻ KV മോഹൻകുമാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്വർണ്ണാഭരണ മേഖലയുൾപ്പെടെ ജുവല്ലറി ഇടപാടുകളിൽ കേന്ദ്രം പിടിമുറുക്കി. രാജ്യത്തെ ജുവല്ലറി വ്യവസായത്തെ മുഴുവൻ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിലാക്കി. ജുവല്ലറി ഇടപാടുകൾ 2020 ഡിസംബർ 28 മുതൽ PMLA നിയമത്തിന്റെ പരിധിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ധനമന്ത്രാലയം ഉത്തരവിറക്കി. ഉപഭോക്താവുമായി ഒന്നോ അതിലധികമോ തവണകളായി 10 ലക്ഷം രൂപയ്ക്കോ അതിനു മുകളിലോ ജുവല്ലറി ഇടപാട് നടത്തിയാൽ രേഖകൾ സൂക്ഷിക്കണം. ED ആവശ്യപ്പെട്ടാൽ ഹാജരാക്കണം. ഫലത്തിൽ എല്ലാ ഇടപാടുകളുടെയും രേഖകൾ സൂക്ഷിക്കാൻ ജുവല്ലറി ഉടമകൾ ബാധ്യസ്ഥരാകും. തൃശൂർ തളിക്കുളം തമ്പാൻകടവിൽ നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ 4 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. തളിക്കുളം സ്വദേശി സുബ്രഹ്മണ്യൻ, ഇക്ബാൽ, വിജയൻ, കുട്ടൻ എന്നിവരെയാണ് കാണാതായത്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് സംഘം മത്സ്യബന്ധനത്തിന് പോയത്. 8 മണിയോടെ സംഘത്തിൽ ഒരാൾ വള്ളം മുങ്ങുന്നതായി വിളിച്ചറിയിച്ചുവെന്ന് പ്രദേശവാസി പറഞ്ഞു. ഡൽഹി മീററ്റ് അതിവേഗ തുരങ്കപാതയുടെ നിർമ്മാണ കരാർ ചൈനീസ് കമ്പനിക്ക് കൈമാറിയ കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. റീജിയണൽ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി ന്യൂ അശോക് നഗർ മുതൽ സാഹിബാബാദ് വരെ 5.6 കിലോമീറ്റർ ഭൂഗർഭ പാത നിർമ്മിക്കാനുള്ള കരാറാണ് ചൈനീസ് കമ്പനിയായ ഷാങ്ഹായ് ടണൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത്. ആത്മനിർഭർ ഭാരതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കേന്ദ്രത്തിന്റെ നടപടി സ്വീകാര്യമല്ലെന്നും നിയന്ത്രണരേഖയിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരോടുള്ള അനാദരവാണ് സർക്കാർ നടപടിയെന്നും ചിലർ വിമർശിക്കുന്നു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. നിലവിൽ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിനുകൾ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ വൈറസിന്റെ പുതിയ വകഭേദത്തെ പ്രതിരോധിക്കാൻ അപര്യാപ്തമാണെന്ന് കണ്ടെത്തൽ.
ബ്രിട്ടീഷ് സർക്കാരിന്റെ ശാസ്ത്രോപദേശകരിൽ ഒരാൾ ഇക്കാര്യം സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള പിഴത്തുക സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് കുറയ്ക്കുന്നു. എല്ലാ വാഹനങ്ങൾക്കും പരമാവധി 300 രൂപയാകും പുതുക്കിയ പിഴത്തുക. നിലവിൽ 4 ചക്ര വാഹനങ്ങൾക്ക് 500 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 300 രൂപയുമാണ് ഒരു മാസത്തേക്കുള്ള പിഴയായി ഈടാക്കുന്നത്. ഇതാണ് ഇപ്പോൾ വെട്ടിക്കുറയ്ക്കുന്നത്. പ്രവാസി ഇന്ത്യക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള ഇ തപാൽ വോട്ടിനെ അനുകൂലിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇ തപാൽ വോട്ട് ഏർപ്പെടുത്തുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരോടും വിശദമായ കൂടിയാലോചന നടത്തണം എന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പുതിയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്ത പദ്ധതിയുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് സുപ്രീംകോടതി. ജോലികളുമായി മുന്നോട്ടു പോകാൻ ഭൂരിപക്ഷ വിധിയിൽ കോടതി അംഗീകാരം നൽകി. പദ്ധതിക്കെതിരായ ഹർജികളിൽ ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. അരി കയറ്റുമതിയിൽ ലോകത്ത് 3ാം സ്ഥാനത്തുള്ള വിയറ്റ്നാം ഇന്ത്യയിൽ നിന്ന് അരി കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുന്നു. ദശാബ്ദങ്ങൾക്കിടെ ഇതാദ്യമായാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്ന് അരി വാങ്ങുന്നത്. വിയറ്റ്നാം വിപണിയിൽ അരിവില കുതിച്ചുയർന്നതോടെയാണ് അരി വാങ്ങാനൊരുങ്ങുന്നത്. വിയറ്റ്നാമിൽ 9 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന വിലയിലാണ് അരി വ്യാപാരം നടക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി 70,000 ടൺ അരി വാങ്ങാനുള്ള കരാർ ഇന്ത്യൻ വ്യാപാരികളുമായി വിയറ്റ്നാം ഒപ്പിട്ടുകഴിഞ്ഞു. റഷ്യയിൽ നിന്ന് S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിനുള്ള കരാറിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയേക്കാമെന്ന് റിപ്പോർട്ട്. കരാറുമായി മുന്നോട്ടു പോകുന്നത് US ഉപരോധത്തെ ക്ഷണിച്ചു വരുത്തുമെന്ന് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടും S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ 5 യൂണിറ്റുകൾ വാങ്ങുന്നതിനായി 2018 ഒക്ടോബറിൽ ഇന്ത്യ റഷ്യയുമായി $5 ബില്യൺ കരാർ ഒപ്പിട്ടിരുന്നു. 2019 മിസൈൽ സംവിധാനത്തിനായി ഇന്ത്യ ഏകദേശം $800 മില്യൺ റഷ്യയ്ക്ക് നൽകുകയും ചെയ്തു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് വിട്ടുനിൽക്കുമെന്ന് അഭ്യൂഹം. തന്റെ പ്രസിഡന്റ് കാലാവധിയുടെ അവസാന ദിവസം സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയ്ക്കായി ട്രംപ് ഒരുങ്ങുന്നതായാണ് സൂചന. ജനുവരി 20-നാണ് ബൈഡൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. ഇ കൊമേഴ്സ് ഭീമനായ അലിബാബ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചൈനയിലെ ശതകോടീശ്വരനുമായ ജാക്ക് മായെ ചൈനീസ് ഭരണകൂടം അറസ്റ്റ് ചെയ്തുവെന്ന് അഭ്യൂഹം. 2 മാസമായി പൊതുയിടങ്ങളിലൊന്നും കാണാതായതിനെ തുടർന്നാണ് ഭരണകൂടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായുള്ള അഭ്യൂഹം പരക്കുന്നത്. വീട്ടുതടങ്കലിലാകാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് ഉച്ചകോടിക്ക് ഇന്ന് സൗദി അറേബ്യയിലെ അൽ ഉലയിൽ തുടക്കമാകും. ഗൾഫ് നാടുകളുമായി അകന്നു നിൽക്കുന്ന ഖത്തർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഖത്തറിനെതിരായ ഉപരോധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഉച്ചകോടിയിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഉച്ചകോടിക്ക് മുന്നോടിയായി ഖത്തറുമായുള്ള അതിർത്തികൾ സൗദി അറേബ്യയും ഈജിപ്തും തുറന്നു നൽകി. ഹൃദയാഘാതത്തെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും BCCI പ്രസിഡന്റുമായ സൌരവ് ഗാംഗുലി ജനുവരി 6 ബുധനാഴ്ച ആശുപത്രി വിട്ടേക്കും. കൊൽക്കത്തയിൽ ഗാംഗുലി ചികിത്സയിലായിരുന്ന വുഡ്ലാൻഡ്സ് ആശുപത്രി CEO ഡോക്ടർ റുപാലി ബസുവാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ ഇരൽ തുമ്പിൽ.